ശ്രീ ഷാജു വേണുഗോപാൽ, അദ്ദേഹം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രചാർ പ്രമുഖാണ്. ശ്രീ ഷാജു, ഈ പരിപാടി ശബരിമലയുടെ ഒരു സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടാണെന്നാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വാദം. ക്ഷേത്ര സംരക്ഷണ സമിതിയെ പ്രതിനിധീകരിക്കുന്ന താങ്കൾ അതെങ്ങനെയാണ് ആ ഒരു വാദത്തെ വിലയിരുത്തുന്നത്? സ്വാമി ശരണമയ്യപ്പ, നാളെ സർക്കാർ മുന്നിൽ നിന്ന് നടത്തുന്ന അയ്യപ്പ സംഗമം തീർത്തും കാപട്യമാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല ലോക പ്രശസ്തമാണ്. അത് എത്രയോ വർഷമായിട്ട് ലോക പ്രശസ്തമാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 1,00,000 അയ്യപ്പന്മാർ വന്നു കഴിഞ്ഞാൽ അവരെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇന്ന് ശബരിമലയിലില്ല. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നു, പലരെയും അതിൽ നിന്ന് ഒഴിവാക്കുന്നു, പമ്പയിൽ വന്നിട്ട് കരഞ്ഞിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ നാളെ നടത്താൻ പോകുന്ന അയ്യപ്പ സംഗമം അതെന്തിനു വേണ്ടിയാണ് എന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾക്കറിയാം. വരാൻ പോകുന്ന ഇലക്ഷൻ കണ്ടുകൊണ്ട് ചില ഗിമ്മിക്കുകളാണ് ഇതിന് പിന്നിലുള്ളതെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. ബിന്ദു അമ്മണിയെയും അതുപോലെ കനകദുർഗയും റഹ്ന ഫാത്തിമയും പോലുള്ള യുവതികളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് പ്രവേശിപ്പിച്ചത്. പോലീസിൻ്റെ ഹെൽമറ്റ് പോലും ധരിപ്പിച്ചുകൊണ്ടാണ് ഇവരെയൊക്കെ ശബരിമലയിലേക്ക് കടത്തിവിടാനുള്ള പരിശ്രമം നടത്തിയത്. ഏതറ്റം വരെ പോയി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആചാരങ്ങളെ ലംഘിപ്പിച്ചു, അല്ലെങ്കിൽ ആചാരം ലംഘിച്ചു, ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചു, നിങ്ങൾ ഹർത്താൽ നടത്തുന്നില്ലേ എന്ന് ഭക്തരോട് വെല്ലുവിളി നടത്തിയ സർക്കാരായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യമന്ത്രി ആണ് നാളെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ളത്